കമൻട്രികൾ നോക്കിയാലും ഡിക്ഷണറി നോക്കിയാലും ബൈബിൾ കോളേജുകളിലെല്ലാം പഠിപ്പിക്കുന്നതും സാത്താനും ലൂസിഫറും അഥവാ സാത്താൻ്റെ വേറൊരു പേരാണ് ലൂസിഫർ എന്നൊരു ചിന്ത പലരുടെയും ഹൃദയങ്ങളിലുണ്ട്. നമുക്കതിനെക്കുറിച്ച് വചനത്തിൽ കൂടെ അല്പമായി ചിന്തിക്കാം. ഒന്നാമതായി ലൂസിഫറിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം. ലൂസിഫറിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. മൈക്ക് ബ്രദർ കുറച്ചുകൂടെ താത്ത് പിടിച്ചാൽ. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തര ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ മതി. ഇവിടെ ലൂസിഫർ എന്ന് എഴുതിയിരിക്കുന്നത് ഭാഗമാണ്. മലയാളത്തിൽ ലൂസിഫർ എന്നില്ല, അരുണോദയപുത്രനായ ശുക്ര. ഇംഗ്ലീഷിലാണ് ഹൗ ആർട്ട് ദൗ ഫാളൻ ഫ്രം ഹെവൻ ഓ ലൂസിഫർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ലൂസിഫറിനെ ആക്കിയിരുന്ന സ്ഥലത്തുനിന്ന് താൻ വീണു, തന്നെ വീഴ്ത്തി എന്നാണ് നാം വായിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിലേക്ക് നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം മുതൽ വായിച്ചാട്ട് 12 മുതൽ 18 വരെ വായിച്ചാട്ട്. എസെക്കിയേൽ പ്രവചനം 28-ൻ്റെ 12 മുതൽ 18 വരെ വായിച്ചാട്ട്. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം. ഇവിടെ അതിൻ്റെ 15-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഇനിയും സാത്താനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 8:44. ജോൺ ചാപ്റ്റർ 8:44. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദി മുതൽ കൊലപാതകനായിരുന്നു. ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ
അവിടെ സോർ രാജാവ് എന്ന് പറഞ്ഞാൽ സോർ രാജാവിൻ്റെ പിൻപിലുള്ള ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. സോർ രാജാവിൻ്റെ പേരെടുത്ത് സോർ രാജാവിനെ ഭരിക്കുന്ന ശക്തി, അവനെക്കുറിച്ച് പറയുമ്പോൾ നിന്നിൽ അകൃത്യം കാണുന്നവരെ നിൻ്റെ നടപ്പിൽ നീ ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. എന്നാൽ സാത്താനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവൻ ആദ്യം മുതൽ ആരാണ്? കൊലപാതകനാണ്. ഇനി 1 യോഹന്നാൻ 3:8 കൂടെ വായിച്ചാട്ട്. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം, ലൂസിഫർ ആദ്യമേ പാപം ചെയ്തുകൊണ്ടിരുന്നില്ല. നടപ്പിൽ ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. എന്നാൽ അവനെന്ത് ചെയ്തു? എന്നാൽ സാത്താനെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആദ്യം മുതൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. അപ്പോൾ സാത്താൻ്റെ ആരംഭം നോക്കുമ്പോൾ അവൻ ആദ്യം മുതൽ ഇതാണ് അവൻ്റെ തൊഴിൽ. ആരംഭമേ അങ്ങനെയാണ്. ഇനിയും ഈ പിശാചിനെ ദൈവം സൃഷ്ടിച്ച് യെശയ്യാപ്രവചനം 54:16 വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 54:16. ഐസിയ 54:16. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുവാൻ സംഹാരകനെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ സാത്താനെക്കുറിച്ചാണ് പറയുന്നത്. ആ നശിപ്പിക്കുന്ന സംഹാരകനെയും ഞാൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിച്ചിരിക്കുന്നു. ഇനിയും അതോടുകൂടെ യെശയ്യാ 45:5 മുതൽ 7 വരെ വായിച്ചാൽ. യെശയ്യാ 45:5 മുതൽ 7 വരെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നറിയേണ്ടതിന് തന്നെ. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും ഞാൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. തിന്മയെയും ഞാൻ സൃഷ്ടിക്കുന്നു, സംഹാരകനെയും ഞാൻ സൃഷ്ടിക്കുന്നു. ഇനിയും സാത്താൻ്റെ പേര് പറയുന്ന ഭാഗമായ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യം വായിച്ചാൽ അതിൻ്റെ സാത്താൻ്റെ വിവിധ പേരുകൾ പറയുന്നു. വെളിപ്പാട് പുസ്തകം 12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന വെളിപ്പാട് പുസ്തകം വായിച്ചാൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ. അവിടെ 4 പേര് കാണുന്നുണ്ട്. പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഇവിടെങ്ങും ലൂസിഫറിൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ലൂസിഫർ എന്ന ശബ്ദം വന്നിട്ടില്ല. ബൈബിൾ മുഴുവനും നിങ്ങൾ നോക്കിയാൽ സാത്താനും ലൂസിഫർ എന്നുള്ള പേരുള്ളത് എങ്ങും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ആ വിഷയം ആഴമായി ചിന്തിക്കാതെ പെട്ടെന്ന് ചിന്തയിൽ വന്ന ഒന്നാണ് ലൂസിഫർ. അതിൻ്റെ ലൂസിഫറിൻ്റെ വീഴ്ചയെക്കുറിച്ചുകൂടെ നമുക്ക് വീണ്ടും യെശയ്യാ പ്രവചനത്തിലേക്ക് വീണ്ടും വരാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വീണ്ടും വായിച്ചാട്ട്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും.
ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഇവിടെ ഈ ദൂതന്മാർ നമ്മുടെ വചനം നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കൂട്ടത്തിൽ സകല അഡ്മിനിസ്ട്രേഷനും നടത്തിക്കൊണ്ടിരുന്നതാണ് ലൂസിഫറിൻ്റെ കൂട്ടം. അരുണോദയപുത്രനായ ശുക്ര. ലൂസിഫറിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അന്ധകാരമല്ല, പ്രകാശമാണ്. അതായത് അരുണോദയപുത്രനായ അവൻ്റെ ജോലി എന്തായിരുന്നു? എല്ലാത്തെയും അടക്കി ഭരിക്കുക. ഏദൻ തോട്ടത്തിലായിരുന്നു. അതുകൂടാതെ സകലത്തെയും ഭരിക്കുന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ ഒരു ചിന്ത കൊണ്ടിട്ടു, നീ ദൈവത്തെക്കാൾ ഉയർന്ന നിലയിൽ കയറുക. എങ്ങനെ ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും പരിശോധിക്കുവാൻ ദൈവം സാത്താനെ അയച്ചുവോ, അതുപോലെ തന്നെ ദൂതന്മാരുടെ കൂട്ടത്തെയും ദൈവം പരിശോധിച്ചു. അവരെയും ദൈവം പരീക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പരീക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹവ്വ ഫലം പറിച്ച് തിന്നതുപോലെ, തിന്നാൻ ആഗ്രഹം വന്നതുപോലെ ഈ അധികാരിയായിരുന്ന ലൂസിഫറിൻ്റെ ഹൃദയത്തിൽ വന്നു, ഞാൻ ദൈവത്തിൻ്റെ മുകളിൽ കയറി ദൈവത്തിന് തുല്യനായിരുന്നു. സാത്താൻ ഹവ്വയോട് പറഞ്ഞ എന്താണ്? ഈ ഫലം പറിച്ചു തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. അതേ ചിന്ത ആരുടെ ഹൃദയത്തിലിട്ടു? ലൂസിഫറിൻ്റെ ഹൃദയത്തിലിട്ടു. അപ്പോൾ ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചു. അപ്പോൾ അവനെ അവിടുന്ന് പുറത്താക്കി. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, 12-ാം അധ്യായത്തിലേക്ക് വീണ്ടും വന്നാട്ട് അവിടെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 12-3 മുതൽ. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇവിടെയാണ് ഈ ഡ്രാഗൺ, ഈ മഹാസർപ്പം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദൂതന്മാരെ നക്ഷത്രങ്ങളെന്ന് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളിൽ 1/3 അവനെന്ത് ചെയ്തു? അവൻ്റെ അവകാശത്തിലാക്കി വലിച്ച് താഴെയിട്ടു. അതിനെക്കുറിച്ച് ആ ഗ്രൂപ്പിനെക്കുറിച്ചാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം കർത്താവായ യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നു. അത് ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18-ഉം 19-ഉം വായിച്ചാട്ട്. അവനവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന സാത്താൻ, ഭരിച്ചുകൊണ്ടിരുന്ന ലൂസിഫർ സാത്താൻ അധീനമായി തീർന്നപ്പോൾ, അവനെ അവിടുന്ന് തള്ളിയിട്ടപ്പോൾ സാത്താനും ഈ ഈ വെളിച്ചപ്പോലെ മിന്നുന്ന പോലുള്ള ദൂതഗണമെല്ലാം കൂടെ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ഇനി ഇതിൻ്റെ കൂടെ 1 യോഹന്നാൻ 5:19 വായിച്ചാട്ട്. 1 യോഹന്നാൻ 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താവായി ദൈവത്തിൻ്റെ, ലൂസിഫറിൻ്റെ കൂട്ടം ഭരണകർത്താക്കൾ, മിഖായേലിൻ്റെ കൂട്ടം യഹോവയുടെ സൈന്യം, ഗബ്രിയേലിൻ്റെ കൂട്ടം ദൂതുവാഹികൾ, 3 ഗ്രൂപ്പാണ്. ആ 3 ഗ്രൂപ്പിൽ ലൂസിഫറിൻ്റെ കൂട്ടമായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമേതും ഉയർന്നതും. അവരായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അവരെയാണ് സാത്താൻ കൈവശമാക്കി. മറ്റ് 2 കൂട്ടർ ആ കൂട്ടത്തിൽ പെട്ടില്ല. അവരെ ആ പരീക്ഷയിൽ ജയിച്ചു കാണും. അവരെ പരീക്ഷയിൽ എഴുതിയിട്ടില്ല, ഇവിടെയും എഴുതിയിട്ടില്ല. എന്നാൽ
നമ്മൾക്ക് ആത്മാവിൽ ആ വചനം പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് സാത്താൻ ആരംഭം മുതൽ പാപം ചെയ്യുന്നു. അവനെ അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ചു. സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചു, തിന്മയെ ഞാൻ സൃഷ്ടിച്ചു. കർത്താവ് തന്നെ പറയുന്നു, അവൻ ആരംഭം മുതൽ പാപം ചെയ്യുന്നു. എന്നാൽ ലൂസിഫറിൻ്റെ കൂട്ടത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവനിൽ അനീതി വരുന്നത് വരെ അവൻ നിഷ്കളങ്കൻ ആയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് സാത്താൻ ഒരു ശക്തി, അതുകൂടാതെ ഈ സകലത്തെയും ഭരിച്ചുകൊണ്ടിരുന്ന ലൂസിഫർ വേറൊരു ശക്തി, ദൂതന്മാരുടെ കൂട്ടം. ഇന്നും അവർ സാത്താൻ്റെ അധീനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സാത്താനും ലൂസിഫറും രണ്ടും രണ്ടാണ്, ഒന്നല്ല, രണ്ടാണ്. ഞാൻ ദൈവകൃപയാൽ ഈ സാത്താൻ്റെ ശക്തിയെയും ലൂസിഫറിനെയും ആത്മാവിൽ കാണുവാനും യുദ്ധം ചെയ്യുവാനും ദൈവം എനിക്ക് പല പ്രാവശ്യം അവസരങ്ങൾ തന്നിട്ടുണ്ട്. ലൂസിഫറിനെ പല പ്രാവശ്യം ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ആദ്യമായി കണ്ടത് ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലായിക്കടുത്ത് വാളക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ കത്തോലിക്കരും ഹിന്ദുക്കളും എല്ലാവരും ഉള്ളൊരു വലിയൊരു ഗ്രൗണ്ടിലാണ്. ഒരു ഭാഗത്ത് കത്തോലിക്കരുടെ ഒരു കുരിശുപള്ളിയുണ്ട്, യാക്കോക്കാരുടെ ഒരു കുരിശുതൊട്ടിയുണ്ട്. വേറൊരു ഭാഗത്ത് ഹിന്ദുക്കളുടെ ഒരു ചെറിയ ക്ഷേത്രം, വലിയ ക്ഷേത്രമല്ല, അവിടെ ദീപം കാട്ടുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് യോഗ നടക്കുന്നത്. വളരെ അനുഗ്രഹം, അനേകർ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഒരു ദിവസം ശനിയാഴ്ച വൈകിട്ട് ഞാൻ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എന്നെ ഉപദ്രവിക്കുവാനായി കോട്ടയത്ത് നിന്ന് ഒരു ബസ് നിറയെ ആളുകളെ അവിടെ കൊണ്ടുവന്നിരുന്നു. പിന്നാണ് മനസ്സിലായത് ബസ് നിറയെ അവരിലെല്ലാം ഹോക്കി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് സ്റ്റേജിൻ്റെ മുൻപിൽ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ഹോക്കി കളിച്ചേച്ച് വന്നവരായിരിക്കും എന്ന് വിചാരിച്ച് സ്റ്റേജിൻ്റെ അടുത്തിരുന്നു. ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ അവിടെ അവരുടെ അതിൻ്റെ ലീഡർ പറഞ്ഞിരുന്നത്, ഞാൻ എപ്പോൾ സിഗ്നൽ തരും അന്നേരം കയറി അടിച്ചോണോ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ലീഡർ ഉപദേശിമാരുടെ പാസ്റ്റർമാരുടെ ഇടയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ ഉപദ്രവിക്കാനായി വന്നതിൻ്റെ ലീഡറായ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഒടുവിൽ പുള്ളിക്കാരൻ യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നിട്ട് എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളെ അടിക്കാൻ ഞാനൊരു ബസ് നിറയെ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഹോക്കി സ്റ്റിക്ക് കൊണ്ട് വന്നിരിക്കുകയായിരുന്നു. നിങ്ങളെ അടിക്കാനായിട്ടാണ് അവിടെ വന്നിരുന്നത്. അദ്ദേഹം സ്നാനപ്പെടുവാനായി തീരുമാനിച്ചു. 32 പേര് അന്ന് സ്നാനപ്പെടാനായി മുൻപോട്ട് കടന്നു വരുവാനിടയായി. അപ്പോൾ അദ്ദേഹം അന്ന് സ്നാനപ്പെടാനായി കടന്നു. അതുകൊണ്ട് എന്നെ ദൈവവചനം സന്ദർശിച്ചതിനാൽ എനിക്ക് അനങ്ങാൻ കഴിയാതായി. അന്ന് രാത്രി ഞാൻ താമസിക്കുന്ന ഒരു പേർഷ്യയിലുള്ള ഒരു സഹോദരൻ്റെ വലിയൊരു വീട്ടിലാണ്. എൻ്റെ കൂടെ 42 പേര് ടീം അംഗങ്ങളുണ്ട്. ഞാനൊരു മുറിയിൽ തനിയെ, മറ്റവരെല്ലാം പ്രായമുള്ള സഹോദരന്മാർ, എനിക്ക് തർജ്ജമ ചെയ്തവരും എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരെല്ലാം കൂടെ അത് മുറികളിൽ കിടക്കുകയാണ്. ഞാൻ എപ്പോഴും ഈ വീഡിയോ ലൈറ്റും അതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം കൊണ്ട് ഭിത്തിയിൽ തലയണ വെച്ചിങ്ങനെ ചാരി കിടക്കുകയാണ്. അന്നേരം എൻ്റെ ഞാൻ കിടക്കുന്ന മുറിയുടെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്, ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കാണുന്നതാണ് നല്ല ആരോഗ്യമുള്ള ഒരു ശക്തനായ ഒരു ആൾ വന്ന് നിൽക്കുകയാണ്. കണ്ണ് എന്ന് പറഞ്ഞാൽ ചത്തവരുടെ കണ്ണ് പോലെയാണ്. എന്നാൽ കാല് തറയിൽ തൊട്ടിട്ടില്ല, ഒരടി മുകളിലാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്നോട് പറയാണ്, എന്നോട് ഇംഗ്ലീഷിൽ പറയുകയാണ്, ഇഫ് യു പ്രീച്ച് ലൈക്ക് ദിസ് ഐ വിൽ കിൽ യു. ഉടനെ ഞാൻ വളരെ ഗൗരവമായി കണ്ണിലേക്ക് നോക്കി. ഞാൻ ചോദിച്ചു, ഹു ആർ യു? ഞാൻ ചോദിച്ചു. ഉടനെ കർച്ചത്തോടെ, ഐ ആം ലൂസിഫർ, ഞാനാണ് ലൂസിഫർ എന്ന് പറഞ്ഞപ്പോഴത്തെ എൻ്റെ രോമം എല്ലാം സ്വപ്നമല്ല, ദർശനമല്ല.
ഞാൻ വളരെ ഗൗരവത്തോടെ ഒരു 2-3 മിനിറ്റ് നോക്കി വെച്ച് ഞാൻ പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിനെ എന്നാൽ പുറകെ. അങ്ങനെ ഞാൻ പറയുമ്പോൾ 1 മിനിറ്റിനകത്ത് മറ്റുള്ള മുറികളിൽ നിന്ന് എല്ലാവരും അന്യഭാഷ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ പാസ്റ്റർമാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, എല്ലാവരും വന്ന് പറഞ്ഞു. കഴിഞ്ഞ അരമണിക്കൂർ നേരം അവരെല്ലാവരുടെയും നെഞ്ച് അമർത്തി ആർക്കും ഒരൊച്ച പോലും വയ്ക്കാൻ കഴിവില്ലാത്ത നിലയിൽ യേശുവിൻ്റെ രക്തമോ പറയാൻ കഴിയുന്നില്ല, ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ആ ശബ്ദം അവർ കേട്ടു. അപ്പോഴാണ് ഏതോ വലിയ ഭാരം ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ 5-6 മുറികളിൽ കിടന്ന എല്ലാവരെയും അടക്കിയിട്ടാണ് ആ ശക്തി എൻ്റെ മുറിയിലേക്ക് വരുവാനിടയായത്. അതാ പിന്നെ അവരെല്ലാവരും കൂടെ പൂർണ്ണ സ്വാതന്ത്ര്യമായി തീരുവാനിടയായി. അങ്ങനെ ഇന്ത്യയിൽ വെച്ച്, അമേരിക്കയിൽ വെച്ച്, അതുപോലെ ഫിലിപ്പീൻ ദേശത്ത്, ചൈനയിൽ വെച്ച് ഞാൻ പല പ്രാവശ്യം ലൂസിഫറിനെയും അതുപോലെ സാത്താൻ്റെ ശക്തികളെയും നേരിട്ട് അന്ധകാരത്തിൻ്റെ ശക്തി, അന്ധകാരത്തെ, സാത്താനെ ഒരു രൂപമായിട്ട് ഞാൻ സാത്താനെ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ വെളിച്ചം നിറഞ്ഞെടുത്ത് നല്ല അന്ധകാരമായി വന്ന് നിന്നിട്ടുണ്ട്. 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, 50 പ്രാവശ്യമല്ല, അന്ധകാരമായിട്ട് മാത്രം. ഒരു സാത്താനെ മാത്രം ഞാൻ ഒരു രൂപം ഇതുവരെയും കണ്ടിട്ടില്ല. ലൂസിഫറിൻ്റെ രൂപം അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ദർശനം ഞാൻ കണ്ടതുകൊണ്ടല്ല, വചനത്തിൽ ഇത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സാത്താൻ വേറെ, ലൂസിഫർ വേറെ. സാത്താനും ലൂസിഫറും ഒന്നല്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല, വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ പാരമ്പര്യ നിമിത്തം സാത്താനും ലൂസിഫറും ഒന്നാണെന്നൊരു ചിന്ത നമ്മുടെ മധ്യത്തിൽ കിടക്കുന്നത്. അങ്ങനെ ബൈബിൾ കമൻട്രിയിൽ എഴുതുന്നു. ഈ ബൈബിൾ കമൻട്രി എഴുതിയിട്ടുള്ളവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല. രക്ഷിക്കപ്പെട്ടവർ വല്ലവരും കാണുമായിരിക്കും. എന്നാൽ ഇപ്പോൾ യൂത്ത് മാളിൽ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന പലരും നല്ല കള്ളുകുടിയന്മാരാണ്. യൂത്ത് മാളിൽ ബൈബിൾ കോളേജിൽ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന എനിക്ക് വ്യക്തമായി അറിയാം, അവരിൽ പലവരും നല്ല കള്ളുകുടിയന്മാരാണ്. നല്ല പോലെ അവരെന്നും ബൈബിൾ ക്ലാസ് എടുത്ത് ചുവച്ച് കള്ളു കുടിക്കും. ഞാൻ കേൾക്കുന്ന കാര്യമല്ല പറഞ്ഞ്, അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. അവരിങ്ങനെ വചനം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഹിസ്റ്ററിയും അതെല്ലാം എന്നോട് ചേർത്ത് പഠിപ്പിച്ച് നമ്മുടെ പോകുന്ന പാസ്റ്റർമാർക്കെല്ലാം PhDയും DDയും ഡിഗ്രി കൊടുക്കുന്നു. എന്നാൽ അവർക്ക് വചനത്തെക്കുറിച്ച് ബുദ്ധിപരമായിട്ടറിയാവുന്നല്ലാതെ ആത്മീയമായിട്ട് ആത്മാവിൽ അറിഞ്ഞുകൂടാ. അങ്ങനെ ബുദ്ധിപരമായി എഴുതിയ കമൻട്രിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ കമൻട്രിയിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, വചനവിരുദ്ധമായ അനേക കാര്യങ്ങളുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു എന്ന് കൊടുത്തിരിക്കുന്നു. എന്നാൽ ബൈബിൾ കമൻട്രിയിലും ചില ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്നത് അവിടെയുള്ള മരങ്ങളുടെ കുറച്ച് കറയായിരുന്നു. നിങ്ങൾക്ക് അതും എടുക്കാം, ഇതും എടുക്കാം. അതുപോലെ ഒരു പ്രാവശ്യം എന്നോടൊരാൾ തർക്കിക്കാൻ വന്നു. റെഡ് സീ എന്ന് പറയാം മലയാളത്തിലെന്ന്, ചെങ്കടൽ എന്ന് പറയുന്നത് എന്നോട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന വല്ല ഒരു ടീച്ചറാണ് എന്നോട് സംസാരിക്കുന്നത്. പറഞ്ഞ റെഡ് സീ എന്നല്ല, അത് റീഡ് സീ ആണ്. റീഡ് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അത് നിറഞ്ഞത്. അവിടെ മുട്ടറ്റം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫറവോനും സൈന്യവും ഇതെല്ലാം നമുക്ക് അവർ കടന്നു പോയതെല്ലാം വലുതാണ്, നമുക്ക് പറയാൻ ഒക്കുകയില്ല എന്ന് പറയാൻ തുടങ്ങി. ഞാൻ അന്നേരം പറഞ്ഞു, സഹോദര, മുട്ടറ്റം വരെ വെള്ളമുണ്ടെന്ന് ശരി, എന്നാൽ ആ മുട്ടറ്റമുള്ള വെള്ളത്തിൽ ഫറവോനെയും സൈന്യത്തെയും മുക്കിക്കൊന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നു. വെള്ളം എത്ര അടിയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാലും മുട്ടറ്റം വെള്ളമുണ്ടായിരുന്ന ആ വെള്ളത്തിൽ ആ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും എൻ്റെ ദൈവം എന്ത് ചെയ്തു? മുക്കിക്കൊല്ലുവാനിടയാക്കി എന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞത്. പിന്നെ ആ സഹോദരൻ പിന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ, പെന്തക്കോസുകാരൻ ടീച്ചറിൻ്റെ കാര്യമായി പറയുന്നത്. പെന്തക്കോസ് വിശ്വാസത്തിലുള്ള ഒരു ടീച്ചർ ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ നമ്മുടെ പല പാരമ്പര്യമായ ചിന്തകളുണ്ട്, അതെല്ലാം വചനപ്രകാരം ആയിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താനും ലൂസിഫറും ഒന്നല്ല. സാത്താനും വേറെ, ലൂസിഫർ
വേറെ സാത്താനെ എവിടെയും ദൈവവചനത്തിൽ ലൂസിഫർ എന്ന് വിളിച്ചിട്ടില്ല. സാത്താനെന്നോ പഴയ പാമ്പായിട്ടോ അതുപോലെ സംഹാരകനായിട്ടോ അല്ലെങ്കിൽ മഹാസർപ്പമായിട്ടോ പിശാച് സാത്താനെന്നേ വിളിച്ചിട്ടുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത, ആ ദൈവിക ജ്ഞാനം വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മെ ദൈവം തൻ്റെ കുടുംബത്തിൽ ആക്കുന്നത് ദയ കൊണ്ട് വിളിച്ചാക്കുകയല്ല, നമ്മെ അവൻ്റെ കുടുംബത്തിൽ ജനിക്കുവാനുള്ള അവസരം കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് 1 പത്രോസ് 1:23 ഒന്ന് വായിച്ചാട്ട്. 1 പത്രോസ് 1:23. 1 Peter chapter 1 verse 23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം ചുരുക്കം ചില പേരാകുന്ന ഞങ്ങൾക്ക് നിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, നീയാണ് ഞങ്ങളുടെ അധ്യാപകൻ. എന്നെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എൻ്റെ മക്കളെയും നീ പഠിപ്പിക്കണമേ. വചനം ഗ്രഹിപ്പാൻ തടസ്സമായി പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു, പുറത്താക്കുന്നു. കർത്താവെ, വചനം ഗ്രഹിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കണമേ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. കെടുന്ന ബീജമല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായ വചനമാകുന്ന വിത്ത് കെടുന്ന ബീജമല്ല, കെടാത്തതും എന്നേക്കും നിലനിൽക്കുമാകുന്ന വചനമാകുന്ന വിത്താണ്. ഇന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ അനേകർ പിന്മാറിപ്പോകുന്നു നാം കാണും. അതെന്തുകൊണ്ട്? ഇവിടെ എഴുതിയിരിക്കുന്നു കെടുന്ന ബീജമല്ല, കെടാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ. എന്തുകൊണ്ടാണ് അവർ പിന്മാറിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ, അവരിലൊരു ദൈവം സൗഖ്യമാക്കുവാൻ കഴിവുള്ളവൻ, ദൈവം ദയയുള്ളവൻ എന്ന് വിശ്വസിച്ച് അവരുടെ കഷ്ടങ്ങളെ ഓർത്ത് അവർ കരഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ചിന്തിച്ചു, ഇവൻ പാപത്തെക്കുറിച്ച് കരയുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാൻ കർത്താവിൽ വിശ്വസിക്കുന്നവൻ കൈയും പൊക്കി. അപ്പോൾ കൈ പൊക്കി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ചിന്തിച്ചു, ഇവൻ രക്ഷിക്കപ്പെട്ടു എന്ന്. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അനേകർ സ്നാനപ്പെട്ട് ദൈവസഭയിൽ കടന്നു വരുന്നുണ്ട്. അവർ വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ജനനം നടന്നിട്ടില്ല. ഉദാഹരണമായി ഒരു സഹോദരി പറയുകയാണ്, വളരെ വർഷങ്ങളായി വിവാഹം കഴിച്ചു, 10-12 വർഷമായി കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വിശ്വാസം വന്നു, നീ ഗർഭിണിയായി. സഹോദരി എല്ലാവരോടും പറഞ്ഞു, സഹോദരിമാരെ ഞാൻ ഗർഭിണിയായി. എല്ലാവരും ചേർന്ന് കൈയടിച്ചു സ്തോത്രം ചെയ്തു, പാർട്ടിയൊക്കെ നടത്തി. 3 മാസം കഴിഞ്ഞപ്പോഴും മറ്റുള്ളവരെ നോക്കുക, വ്യത്യാസമൊന്നും കാണുന്നില്ല. ഉടനെ ആ സഹോദരി, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഗർഭിണിയായി തന്നെ. എല്ലാവരും സന്തോഷം. ശരി. 6 മാസമായപ്പോഴും ശരീരത്തിന് വ്യത്യാസമൊന്നും കാണുന്നില്ല. ആ സഹോദരി, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഗർഭിണിയായ. 9-ാം മാസമായപ്പോഴും ആ സഹോദരി പറയാൻ ഞാൻ വിശ്വസിക്കുക. അപ്പം മറ്റുള്ള സഹോദരിമാരെ, സഹോദരി നിൻ്റെ വിശ്വാസം ശരിയാ, നിൻ്റെ ഭർത്താവിൻ്റെ ബീജം വിത്ത് നിൻ്റെ അകത്ത് വന്നിട്ടില്ല. നിൻ്റെ ഭർത്താവിൻ്റെ വിത്ത് നിൻ്റെ അകത്ത് വന്നിരുന്നുവെങ്കിൽ അതിനനുസരിച്ചുമായ ഗർഭിണിയാൻ അവിടെ അവസ്ഥ നിന്നുണ്ടാകുമായിരുന്നു. അതുപോലെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അനേകർ വരുന്നുവെങ്കിലും അവരിൽ വചനമാകുന്ന വിത്ത് വന്നിട്ടില്ല. ഞാൻ ഇന്നലെ രാത്രിയിലും
ശ്രീനഗറിൽ നിന്ന് ഗുലാം റസൂൽ നീ ഫോൺ ചെയ്തു. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. ഗുലാം റസൂൽ മുസ്ലിങ്ങളുടെ അവിടെ വിശ്വാസികളൊന്നുമില്ല, രഹസ്യമായിട്ടാണ് ഞങ്ങളുടെ ആരാധന നടത്തുന്നത്. പുള്ളിക്കാരനും ഭാര്യയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഭാര്യയും അവർ രണ്ടുപേരും ഒന്നിച്ച് സ്നാനപ്പെടുത്തുവാൻ കർത്താവിന് കൃപ നൽകി. ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടേതായ സ്വന്തക്കാരെല്ലാം വന്ന് വീട് മുഴുവൻ അടിച്ചു പൊളിച്ച് അതിൻ്റെ കഥകളെല്ലാം തല്ലിപ്പൊളിച്ചു. ഇപ്പോൾ ഭയങ്കര സ്നോ വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. ടോയ്ലറ്റിനകത്തുള്ള അതുപോലും അവർ തകർത്ത് വീഴും. അപ്പോൾ ഞാൻ ഒരല്പം പണം ഒരു സഹോദരൻ്റെ കയ്യിൽ വശം കൊടുത്തയച്ചു. അതിന് ഗ്ലാസ്സൊക്കെ, അല്ലെങ്കിൽ ആ വീടിന് ഗ്ലാസ്സും അല്ലെങ്കിൽ കഥയൊക്കെ ഇട്ട്, കാരണം ഭയങ്കര തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുമായി വളരെ പ്രയാസത്തിലിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഞാനപ്പോൾ ചോദിച്ചു, സഹോദര, ഞാൻ അല്പം പണം കൊടുത്ത് അയച്ചിരുന്നല്ലോ, അത് കിട്ടിയോ? പണം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കഥയൊക്കെ ഇട്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. എപ്പോഴവർ വീണ്ടും വന്ന് ആക്രമിക്കുന്ന അറിഞ്ഞുകൂടാ, എപ്പോഴും അവർ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനിടയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ നിൻ്റെ വിശ്വാസം? പറഞ്ഞു, എന്നെയും, അവൻ പറഞ്ഞത് ഇന്നലെ രാത്രി, എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെ കഷ്ണം കഷ്ണമായി മുറിച്ചാലും ഞങ്ങൾ യേശുവിനെ വിട്ടു പോവുകയില്ലെന്ന് പറഞ്ഞു. അവിടെ ബൈബിൾ ക്ലാസ് നടത്താൻ ആരുമില്ല, യോഗങ്ങൾ നടക്കുന്നില്ല, അവനൊരു കൺവെൻഷൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എന്നാൽ ആ ഗുലാം റസൂൾ എന്ന് പറയുന്ന 40 വയസ്സുണ്ട്, 42 വയസ്സുണ്ട്. അവൻ്റെ ഭാര്യയുടെ അകത്തും വചനമാകുന്ന വിത്ത് വാസ്തവമായി വന്നിട്ടുള്ളത് കൊണ്ട് ഇത്ര എതിർപ്പുണ്ടായിട്ടും അവർ പിന്മാറുവാൻ ഒരുക്കമല്ല. ഒരു ബൈബിൾ ക്ലാസ്സും ഇതുപോലെ യോഗങ്ങളോ ഒന്നുമില്ല. ഞാൻ ഉറുദു ബൈബിൾ കൊടുത്തിട്ട് കുറച്ച് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഞാനിവിടേക്ക് വരുന്നതിനൊരു 3 ആഴ്ചയ്ക്ക് മുൻപ് മുഹമ്മദ് അയൂബ് ഖാൻ, എൻ്റെ പേര് മുഹമ്മദ് അയൂബ് ഖാൻ എന്നാണ്, സഹോദരൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മനിർവ്വം പ്രാപിച്ചു. ഞാനിവിടെ വരുന്നതിനൊരു 3 ആഴ്ചയ്ക്ക് മുൻപ് ഞാൻ ചോദിച്ചു, അയൂബ് ഖാൻ ഇപ്പോഴെങ്ങനെയുണ്ട്? നല്ല പഠിപ്പുള്ളവനും നല്ല ജോലി ചെയ്യുന്നവനുമായിരുന്നു. പഠിപ്പുള്ളവനാണ്, ഗ്രാജുവേറ്റാണ്. എന്നാൽ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അവനിപ്പോൾ ശ്രീനഗറിൽ തലയിൽ ചുമട് ചുമ്മിക്കൊണ്ട് കൂലി വേല ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് എത്ര ദിവസമായി? 3 ആഴ്ച, 3-3.5 ആഴ്ചയായിട്ടുള്ളൂ. മുഹമ്മദ് അയൂബ് ഖാൻ, അവന് 30 വയസ്സോളമുണ്ട്. അവൻ്റെ ഭാര്യ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, 2-3 കുഞ്ഞുങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞത്, ഇവിടെ ഫത്തേഗഡിൽ യോഗം നടക്കുമ്പോഴാണ് അവൻ സ്നാനപ്പെടുവാനിടയായത്, ആ പ്രിയ സഹോദരൻ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഞങ്ങൾ വരുന്നതിൻ്റെ തലയാഴ്ചത്തെ യാത്രയ്ക്ക് തലയാഴ്ചത്തെ സംഭവമാണ്. അപ്പോൾ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചവർ, ഞായറാഴ്ച ആരാധനയില്ല, ഒന്നുമില്ലാതിരുന്നിട്ടും ഇത്രയും കഷ്ടം സഹിച്ച് തൻ്റെ ജീവനെ കൊടുക്കേണ്ടി വരും എന്നുള്ള അറിയാമായിട്ടും ആ മുഹമ്മദ് അയൂബ് ഖാൻ എന്തുകൊണ്ടാണ് ഉറച്ചു നിൽക്കുന്നത്? എന്താണ്? വചനമാകുന്ന വിത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ അനേകർ പിന്മാറിപ്പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു സൗഖ്യമാക്കുമെന്നവർ വിശ്വസിക്കുന്നു, അവരുടെ സൗഖ്യത്തിനു വേണ്ടി വരുന്നു, അവരുടെ കഷ്ടങ്ങൾ മാറാനായിട്ട് വരുന്നു. അവരിൽ വീണ്ടും ജനനം നടക്കുന്നില്ല. അവർ യേശുവിൽ വിശ്വസിക്കുന്നു, വചനമാകുന്ന വിത്ത് വരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഇട്ടിരിക്കുന്നത്. വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ, വളരെ ആഴമായ ഒരു ഫൗണ്ടേഷനാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ടിരിക്കുന്നത്. അതാണ് ക്ഷയിച്ചു പോകാത്തതും മാഞ്ഞു പോകാത്തതുമായ വചനമാകുന്ന വിത്ത്. എന്നാൽ ഇന്ന് സഭയിൽ കാണുന്ന അനേകരിലും അവർ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളത് ആ പരിശോധന വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ആ വിത്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ കൂടെ വീണ്ടും ഒരു സംഭവം കൂടെ പറയട്ടെ. ഡൽഹിയിൽ ഹിന്ദുവിൽ നിങ്ങൾക്കറിയാം, ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഉയർന്ന മതമാണ് ജൈൻ മതം. ഹിന്ദു മാർഗത്തിൽ ഏറ്റവും ഉയർന്ന മതം.
ആ മതത്തിൽ നിന്ന് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ. ആ സഹോദരിയുടെ പേര് പൂനം ജയ്. ആ സഹോദരി ഡിഫൻസിൽ ഓഫീസറാണ്. തൻ്റെ ഭർത്താവ് തൻ്റെ പകുതി പോലും ശമ്പളമില്ലാത്ത ഒരാളാണ്, വലിയ പണക്കാരാണ്. നമ്മുടെ ഒരു സഹോദരി അവരുടെ വീട്ടിൽ പാത്രം കഴുകാനായിട്ട് പോകുമായിരുന്നു, പാത്രം കഴുകാനും വീട്ടൊക്കെ തുടച്ചു വരാനും. ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടിട്ടാണ് ഈ ഓഫീസറായ സഹോദരി രക്ഷിക്കപ്പെട്ടത്. ആ സഹോദരി രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ എൻ്റെ അടുക്കൽ വന്നു, സംശയങ്ങളെല്ലാം പറഞ്ഞു തീർത്തു. ഒടുവിൽ ഹിന്ദു മതത്തിൽ, ജൈൻ മതത്തിൽ വന്ന് ഓഫീസറായ ആ സഹോദരി മുട്ടിന്മേലിരുന്ന് 40-45 വയസ്സുണ്ട്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഭർത്താവും മറ്റുള്ളവരും വളരെ എതിരായി. അവരുടെ സ്വന്തമായ ക്ഷേത്രം അതിന് തൊട്ടുണ്ട്. ആ പൂജാരിയെ വിട്ട് ഒരുപാട് പഠിപ്പിക്കാൻ നോക്കി, ഇല്ല. എന്നിട്ട് അതിൻ്റെ ശേഷം ആ ഭർത്താവ് ചെയ്തത്, ആ ഭാര്യയുടെ സാരിയും സൂട്ടുമെല്ലാം അവർ ജോലിക്ക് പോയപ്പോൾ മുഴുവനും സിസർ കൊണ്ട് കണ്ടിച്ചു, മുഴുവനും എല്ലാം കഷ്ണമാക്കി. ഒരു പ്രാവശ്യം എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ഭർത്താവ് മുഴുവനും കണ്ടിച്ചു വെച്ചിരിക്കുക. പിന്നെ പല പ്രാവശ്യം അവർ പറയുന്നു യേശുവിനെ തള്ളി പറയുക. അറിഞ്ഞു അത് ആ കാര്യം ഒക്കുകയില്ല. പല പ്രാവശ്യം പുള്ളിക്കാരൻ ആഹാരം കഴിച്ചുകൊണ്ട്, ഭാര്യയും അവർക്ക് 2 മക്കളുണ്ട്. ഭർത്താവ് ആഹാരം കഴിച്ചു, മക്കളും ആഹാരം കഴിച്ചു വെച്ചാൽ അവരാഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആഹാരം എല്ലാം എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തനിക്ക് കൂടുതൽ ശമ്പളമുള്ളത്, അപ്പോൾ തുണി കഴുകുന്നതിന് വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, ആ വേലക്കാരിയെ നിർത്തി, നമ്മുടെ സഹോദരിയായ വേലക്കാരി അവരുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത് നിർത്തി. അപ്പോൾ തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു, വാഷിംഗ് മെഷീൻ പാടില്ല, തുണി കൈകൊണ്ട് കഴുകിക്കണം. എല്ലാ വിധത്തിലും അവരെ ദണ്ഡിപ്പിക്കാൻ തുടങ്ങി. ദീപാവലി വന്നപ്പോൾ അവർക്കൊരു മകനുമുണ്ട്. അവർ ഒരാൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ കോളേജിൽ 2ാം ഇതിലോ പഠിക്കുന്നു. പൂജാ ദിവസം അമ്മയെ ആ മക്കൾ രണ്ടുപേരും വളരെ സ്നേഹിക്കുന്നവരാണ്. അവർ പൂജ ചെയ്തില്ല, ഈ ദീപാവലി സമയത്ത്. ഉടനെ മകളോട് പറഞ്ഞു, അമ്മയെ അടിക്കാൻ പറഞ്ഞു. അടിച്ചു. മകനും അടിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വന്തം മകളുടെയും സ്വന്തം മകൻ്റെയും അടിയുണ്ടും. എന്നിട്ടും അവരുണ്ടിരുന്നു. ഒരു പ്രാവശ്യം യോഗം കഴിഞ്ഞ്, സാധാരണ എല്ലാ യോഗത്തിനും വരാൻ ഒക്കില്ല, പെട്ടെന്ന് വന്നു. തിരിച്ചു ചെല്ലുമ്പോൾ നല്ല തണുപ്പ സമയമാണ്, ഡിസംബർ മാസം. പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് അകത്ത് കുറ്റിയിട്ടു. വലിയ ബംഗ്ലാവ്, വലിയ വീടാണ്, നല്ല പണക്കാരാണ്. ആ പുള്ളിക്കാരുടെ ശമ്പളത്തിൽ കൂടുതലുകൊണ്ടാണ് ആ വലിയ വീട് തന്നെ പണിതത്. അപ്പോൾ എനിക്ക് ഫോൺ ചെയ്തു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അവളുടെ പുള്ളിക്കാരുടെ സഹോദരിമാർ കുറച്ച് ദൂരെ താമസിക്കുന്നുണ്ട്, ഞാൻ അവിടെ പോകട്ടെ. ഞാൻ പറഞ്ഞു, ആ വീടിൻ്റെ വരാന്തയിൽ തന്നെ കിടന്നു. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പ് എങ്ങനെ കിടക്കും? ഞാൻ പറഞ്ഞു, പശുത്താത്മാവാകുന്ന കമ്പിളി വസ്ത്രം പുതച്ചോളാൻ പറഞ്ഞു. ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് കിടന്നാൽ മതി, നിന്നെ തണുപ്പ് ബാധിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓഫീസറായിരുന്ന ആ പ്രിയ സഹോദരി അവിടെ ആ പോർട്ടിക്കോയിൽ അവരുടെ വരാന്തയിൽ കിടന്നു. വെളുപ്പിന് 4 മണിക്ക് അമ്മാവിയമ്മ വന്ന് കതവ് തുറന്നപ്പോൾ ഈ സഹോദരി അവിടെ കിടക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ അമ്മാവിയമ്മ സഹോദരി അന്ന് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അമ്മാവിയമ്മ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ തന്നെ അമ്മാവിയമ്മയെ സ്നാനപ്പെടുത്തുവാനിടയായി. ഇന്നും ഭർത്താവ് വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇത്രയും കഷ്ടങ്ങൾ വന്നിട്ടും വിട്ടുപോകാത്ത എന്തുകൊണ്ടാണ്? വചനമാകുന്ന വിത്ത് അകത്ത് വന്നിട്ടുണ്ട്. വചനമാകുന്ന വിത്ത്. ഇന്ന് വചനമാകുന്ന വിത്ത് വരാത്ത അനേകരുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ പറയട്ടെ. ഞാൻ ആന്ധ്രായിൽ യോഗം നടത്തി മടങ്ങിപ്പോകുമ്പോൾ 10-12 വർഷങ്ങൾക്ക് മുൻപ് ട്രെയിനിൽ വെച്ച് ഇന്ത്യ ടുഡേ എന്നുള്ള മാഗസീൻ വായിക്കാനിടയായി. അതിനകത്ത് 6-7 പേജിനകത്ത് എഴുതിയിരിക്കുകയായിരുന്നു, 82,000 ക്രിസ്ത്യാനികളെ 1 മാസം കൊണ്ട് മധ്യപ്രദേശിൽ ഹിന്ദുക്കളാക്കി. 82,000 ക്രിസ്ത്യാനികളെ 1 മാസം കൊണ്ട് ഹിന്ദുക്കളാക്കി. അതിൻ്റെ ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വായിച്ച്, എൻ്റെ ദൈവമേ, 82,000 അതിനകത്ത് എഴുതിയിരിക്കുന്ന 1 മാസത്തിനകം
ഞങ്ങൾ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെയെല്ലാം ക്രിസ്ത്യാനികളായവരെല്ലാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് എം പിമാരുടെ എല്ലാം ഫോട്ടോയുണ്ട്. ഞാനത് വെച്ച് വളരെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്രയും 80,000 പേര് വീണ്ടും ഹിന്ദുക്കളായതിൽ ഒരുത്തരും രക്തസാക്ഷിയാകുകയോ കഷ്ടപ്പെടുകയോ ചെയ്തില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവർക്ക് ശരിയായ വചനം കൊടുത്തിട്ടില്ല, ഇവർക്ക് വസ്ത്രവും രോഗസൗഖ്യവും കൊടുത്തേ ഉള്ളൂ, ഇവരിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ കർത്താവെ എന്തു ചെയ്യണം? അപ്പോൾ എൻ്റെ മകനും ഭാര്യയും എൻ്റെ കൂടെ ജമ്മുവിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മകൻ്റെ ഭാര്യ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു, വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് പറയും, നിൻ്റെ മകനെ അയക്കുമോ? ഞാൻ, കർത്താവ്, നീ അവനോട് കൽപ്പിക്കുകയാണെങ്കിൽ. ഞാൻ ജമ്മുവിൽ മടങ്ങി വന്നിട്ട് എൻ്റെ ഭാര്യയോടും പോലും ചോദിക്കാതെ ആ ഇന്ത്യ ടുഡേ എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു. മകനെ ഇതൊന്ന് വായിച്ചാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് ഇത് വായിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നീ അവനെ അവിടേക്ക് അയക്കുന്നെങ്കിൽ അവനോട് സംസാരിക്കണമേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയ മകൻ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, പപ്പ, 80,000 പേരെ മധ്യപ്രദേശിൽ ഹിന്ദുക്കളാക്കിയല്ലോ, അവരിൽ ആരിലും സുവിശേഷം കേട്ടിട്ട് ശരിയായി കൊടുത്തില്ല. പപ്പ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എൻ്റെ ഭാര്യയോടോ അവൻ്റെ ഭാര്യയോടോ പോലും ചോദിക്കാതെ ഞങ്ങൾ 2 പേരും കൂടെ ഭോപ്പാലിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ഒരു ചെറിയ വീട്, ഒരു മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ഭാഗം കാണിച്ചു. അവിടെ വീടെടുത്ത് വേല ആരംഭിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പറഞ്ഞു, ഇവനെ തിരിച്ചു കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇവൻ്റെ ഡെഡ് ബോഡി പോലും, ശവശരീരം പോലും നിങ്ങൾ കിട്ടുകയില്ല എന്ന് വളരെ ഉറച്ച സ്വരത്തിൽ എൻ്റെ ഭാര്യയും ഞാനും കേൾക്കെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്തോത്രം, അങ്ങനെയാണെങ്കിൽ. കൃപയാൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ തുടങ്ങി. ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ അവിടെയുള്ള ഹിന്ദുക്കൾ അടിച്ചു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പ്രിയ മകനെയും 3 ഹിന്ദുക്കളെയും കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പോലീസും അടിച്ചു. അതിനുശേഷം അവരെ അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മുട്ടുകുത്താൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളെ കഷ്ണം മുറിച്ചാൽ ഞങ്ങൾ മുട്ടുകുത്തുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയായി. അത് കഴിഞ്ഞിട്ടൊരു 10-73 വയസ്സുള്ള ബലറാം ദാദ, എന്താ പേര്, ബീരബൽ ദാദ ഹിന്ദുവായിരുന്നു. 10-72 വയസ്സുള്ളത്. പട്ടണത്തിൽ വെച്ച് ശിവസേനക്കാർ പിടിച്ചടിച്ച് പറഞ്ഞു, യേശുവിനെ പറഞ്ഞു. അവൻ പറഞ്ഞു, എന്നെ കഷ്ണമായി മുറിച്ചാലും ഞാൻ യേശുവിനെ വിട്ടു പോവുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്, ഇന്ന് ഈ സാത്താന് യഥാർത്ഥ വചനമാകുന്ന വിത്ത് വിതയ്ക്കാൻ അനുവദിക്കാതെ രോഗസൗഖ്യവും ദയയും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ കൊണ്ടുവരുന്നതിൽ വീണ്ടും ജനനം നടക്കുന്നില്ല. വചനമാകുന്ന വിത്തെന്ന് പറയുന്നത് എന്നാണ്? വീണ്ടും ഒന്ന് വായിച്ച 1:23. അതെങ്ങനെയുള്ള വിത്താണ്? ആ വിത്തിൻ്റെ വില ഒന്ന് നോക്കിയാട്ടെ. 1:23 വായിച്ചാട്ടെ. 1 പത്രോസ് 1:23. ആ വിത്ത് എത്ര വലിയതാണ്, എത്ര ബലമുള്ളതാണെന്ന് പറഞ്ഞാൽ, ആ വിത്ത്, വചനമാകുന്ന വിത്ത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. വിത്ത് വന്നു എന്നുള്ള ചിന്തയല്ല വേണ്ടിയത്, വിത്ത് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരണം. അതിനെന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെ വായിച്ചാൽ. മത്തായി 13-ന്റെ 1 മുതൽ 9 വരെ. മാത്യു 13:1-9. വിതയ്ക്കുന്നതിൻ്റെ ഉപമ നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന് വായിച്ച് പെട്ടെന്ന് പോകാം. മത്തായി 13-ന്റെ 1 മുതൽ 9 വരെ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു.
മറ്റു ചിലത് നല്ല നിലത്തു വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ വിത്ത് വിതയ്ക്കുന്നതിന് ഉപമ. വിത്ത് വിതയ്ക്കാൻ പോയി കുറച്ച് വഴിയരികെ വീണു, കുറച്ച് പാറസ്ഥലത്ത് വീണു, കുറച്ച് മുള്ളിനിടയിൽ വീണു, കുറച്ച് ഒരുക്ക നല്ല സ്ഥലത്ത് വീണു. അതിൻ്റെ അർത്ഥം കൂടെ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 18 മുതൽ 22 വരെ വായിച്ചാട്ട്. മത്തായി 13 18 മുതൽ 22. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 18 to 22. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറ സ്ഥലത്തോ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഈ ഉപമയിൽ കൂടെ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ പല അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിയാണ്. ഇതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൽ കൂടെ നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിത്തിൻ്റെ കുഴപ്പമല്ല, വിതച്ചയാളിൻ്റെ കുഴപ്പമാണ്. വിതയ്ക്കുമ്പോൾ വഴിയരിയെ വിതയ്ക്കാൻ പാടില്ലായിരുന്നു. വിതയ്ക്കുമ്പോൾ പാറസ്ഥലത്ത് വിതയ്ക്കണ്ടായിരുന്നു. വിതയ്ക്കുമ്പോൾ മുള്ളിനിടയിൽ വിതയ്ക്കരുതായിരുന്നു. സ്ഥലം ഒരുക്കിയിട്ട് വേണം വിത നടത്താൻ. ഇന്ന് വിതയ്ക്കാൻ ഒരുപാട് പേരുണ്ട്, ഉഴുവാൻ എത്ര പേരുണ്ട്? വിതയ്ക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട പരിപാടിയാണ് ഉഴുതുക. വിത്തിൻ്റെ കുഴപ്പമല്ല. യെരമ്യാ 4:3 വായിച്ചാട്ട്. യെരമ്യാ 4:3. ജെരമ്യാ 4:3. യഹൂദ പുരുഷന്മാരോടും യെരുശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവിൻ. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ എന്ത് ചെയ്യണം? തരിശു നിലം ഉഴണം. ഇന്ന് വിതയ്ക്കാൻ പുതിയ പുതിയ വിത്തുകൾ അമേരിക്കയിൽ നിന്നും കൊറിയയിൽ നിന്നും എവിടുന്നെല്ലാമാണ്, ഓസ്ട്രേലിയയിൽ നിന്നെല്ലാം പുതിയ പുതിയ മോഡേൺ വിത്തുകൾ വരുന്നുണ്ട്.